നേരെ ഡൽഹിയിലേക്ക് പോകാം. പാർലമെന്റിൽ ഇന്നും പ്രതിപക്ഷ ബഹളം. ലോക്സഭയും രാജ്യസഭയും 2 മണിവരെ പിരിഞ്ഞു. ബീഹാർ വോട്ടർ പട്ടികയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെയായിരുന്നു പ്രതിപക്ഷ പാർട്ടികളുടെ ബഹളം. വിവരങ്ങൾ ജിഷ്ണു കൃഷ്ണൻ നൽകും. ജിഷ്ണു, ഈ മഴക്കാല സമ്മേളനത്തിൽ കാര്യമായ ചർച്ചകളൊന്നും നടത്താൻ അനുവദിക്കില്ല എന്ന നിലപാടിലേക്ക് പ്രതിപക്ഷ പാർട്ടികൾ എത്തിയിരിക്കുകയാണ്. വിവിധ ബില്ലുകൾ പാസ്സാക്കേണ്ടതുണ്ട്. മാത്രമല്ല, ആരോഗ്യകരമായ നിരവധി ചർച്ചകൾ നടക്കേണ്ട ഒരു സെഷനാണ് ഈ കടന്നു പോകുന്നത്. പക്ഷേ ഓരോ ദിവസവും അനാവശ്യമായ വിവാദങ്ങൾ ഉയർത്തി കാണിച്ചുകൊണ്ട് പ്രതിപക്ഷം ബഹളം സൃഷ്ടിക്കുന്നു. ഇന്നിപ്പോൾ എന്തൊക്കെയാണ് ഇരുസഭകളിലും നടന്നത്? ഗൗതം, 11 മണിയോടുകൂടി സഭാ നടപടികൾ ആരംഭിച്ചതോടുകൂടി തന്നെ പ്രതിപക്ഷം ബഹളം വെച്ചിരുന്നു. അതായത് ബീഹാർ വോട്ടർ പട്ടിക പരിഷ്കരണം, കൂടാതെ നിലവിൽ കോൺഗ്രസ് ഉൾപ്പെടെ ഉന്നയിച്ചിട്ടുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ ഉന്നയിച്ചിട്ടുള്ള ആരോപണങ്ങൾ, ഇവയിൽ ചർച്ച വേണമെന്നും നടപടി വേണമെന്നുമെല്ലാം ആവശ്യപ്പെട്ടുകൊണ്ടാണ് പ്രതിപക്ഷം സഭാ നടപടികൾ തുടർച്ചയായി തടസ്സപ്പെടുത്തിയിട്ടുള്ളത്. ഇപ്പോൾ രാജ്യസഭയും ലോക്സഭയും 2 മണിവരെ നിർത്തിവെച്ചിട്ടുണ്ട്. ഗൗതം ചൂണ്ടിക്കാട്ടിയതുപോലെ ഗൗരവമുള്ള രാജ്യത്തിൻ്റെ മുൻപോട്ട് പോക്കിനും വികസനത്തിനും ഉതകുന്ന പ്രധാനപ്പെട്ട ചർച്ചകൾ നടക്കേണ്ട ഇടം, ഒപ്പം കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ലോക്സഭയിൽ 3 ബില്ലുകൾ അവതരിപ്പിക്കും എന്ന് അറിയിച്ചിരുന്നു. അത്തരം സാധ്യതകളെല്ലാം ഇല്ലാതാക്കിക്കൊണ്ട്, അല്ലെങ്കിൽ അത്തരം ചർച്ചകൾക്കും ബില്ല് അവതരണത്തിനുമെല്ലാമുള്ള അവസരങ്ങൾ ഇല്ലാതാക്കിക്കൊണ്ടാണ് ഈ വർഷകാല സമ്മേളനത്തിൽ ഭൂരിപക്ഷം ദിനങ്ങളും പ്രതിപക്ഷം ഇത്തരത്തിൽ തടസ്സപ്പെടുത്തുന്നത്. കൂടാതെ പാർലമെൻറ്റ് തടസ്സപ്പെടുത്തിക്കൊണ്ട് ആദ്യം പാർലമെൻറ്റ് കവാടത്തിനും അതിനുശേഷം പാർലമെൻറ്റിന് പുറത്തും ഇപ്പോൾ പ്രതിപക്ഷ എംപിമാർ കോൺഗ്രസിൻ്റെയും സമാജ്വാദി പാർട്ടിയുടെയും ഉൾപ്പെടെ കോൺഗ്രസിൻ്റെയും വിവിധ പ്രതിപക്ഷ എംപിമാർ വലിയ രീതിയിലുള്ള പ്രതിഷേധം നടത്തുകയാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ നടക്കുന്നത്. എന്നാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തുനിന്ന് ഇന്നും രാഹുലിന് നോട്ടീസ് നൽകിയിരുന്നു. അതായത് ഉന്നയിച്ചിട്ടുള്ള ആരോപണങ്ങളിൽ സത്യവാങ്മൂലം നൽകാൻ തയ്യാറാകണം, അതുമായി ബന്ധപ്പെട്ട് വിശദമായ അന്വേഷണം നടത്താം. ഹരിയാന, കർണാടക, മഹാരാഷ്ട്ര മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരാണ് രാഹുലിന് നോട്ടീസ് നൽകിയത്. എന്നാൽ ആരോപണങ്ങൾ ഉന്നയിക്കുകയല്ലാതെ അതുമായി ബന്ധപ്പെട്ട രേഖകൾ ബന്ധപ്പെട്ട അധികൃതർക്ക് മുൻപിൽ ഹാജരാക്കാനോ വലിയ വിശദമായ അന്വേഷണത്തിന് വഴിവെക്കാനോ രാഹുലും കോൺഗ്രസും ഇതുവരെ തയ്യാറായിട്ടില്ല. അതിനു പകരം ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ ആരോപണങ്ങൾ വീണ്ടും ആവർത്തിക്കുകയും ഇത്തരം പ്രതിഷേധങ്ങൾ തുടരുകയുമാണ്. അതിനിടയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രതിപക്ഷ എംപിമാരെ കാണുന്നതിന് അനുമതി നൽകിയിട്ടുണ്ട്. അതിലും പ്രതിപക്ഷം ചില വൈരുദ്ധ്യമായിട്ടുള്ള വാദങ്ങൾ മുൻപോട്ട് വയ്ക്കുകയാണ്. മുഴുവൻ പ്രതിപക്ഷ എംപിമാർക്കും ഒരേ സമയം തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ചർച്ച നടത്തണം, കൂടിക്കാഴ്ച നടത്തണമെന്നാണ് പ്രതിപക്ഷ എംപിമാർ ഇപ്പോൾ ആവശ്യമുന്നയിക്കുന്നത്. എന്നാൽ ഓഫീസിൽ ഇരിക്കാനുള്ള സ്ഥലം പോലും കണക്കിലെടുത്ത്, അല്ലെങ്കിൽ അതിൻ്റെ പരിമിതികളും സുരക്ഷാ ക്രമീകരണങ്ങളും കണക്കിലെടുത്തുകൊണ്ട് 30 പ്രതിപക്ഷ എംപിമാർക്ക് കാണാനുള്ള അനുമതി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയിട്ടുണ്ട്. ആ ചർച്ചയിൽ എന്ത് തരത്തിലുള്ള വാദങ്ങൾ പ്രതിപക്ഷ എംപിമാർ മുൻപോട്ട് വയ്ക്കുമെന്ന് നോക്കിക്കാണണം. ഒപ്പം ഇതുവരെ ഉന്നയിച്ചിട്ടുള്ള ആരോപണങ്ങളിൽ എന്തെല്ലാം രേഖകളും തെളിവുകളും രാഹുലിന് പൊതുജനങ്ങൾക്ക് മുൻപിലേക്ക് പാർലമെന്റിന്റെ ഇരുസഭകളിലും ഇന്നും പ്രതിപക്ഷ ബഹളം. ലോക്സഭയും രാജ്യസഭയും 2 മണിവരെ നിർത്തിവെച്ചു. ഒപ്പം തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ പ്രതിപക്ഷ പാർട്ടികളുടെ പ്രതിഷേധം ഡൽഹിയിൽ നടക്കുകയാണ്. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുലും പ്രിയങ്ക വാദ്രയും ഉൾപ്പെടെയുള്ള നേതാക്കൾ ഈ പ്രതിഷേധത്തിൽ പങ്കെടുക്കുന്നു. പക്ഷേ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി എന്താണ് ഈ ആരോപണത്തിൻ്റെ അടിസ്ഥാനം, അല്ലെങ്കിൽ അതിന് തെളിവ് നൽകൂ, സത്യവാങ്മൂലം സമർപ്പിക്കൂ എന്ന് കമ്മീഷൻ പറയുമ്പോൾ അതിനോട് സഹകരിക്കാൻ ഈ പ്രതിഷേധത്തിൻ്റെ മുന്നിൽ നിൽക്കുന്ന രാഹുലോ മറ്റ് കോൺഗ്രസ് നേതാക്കളോ തയ്യാറാകുന്നില്ല എന്നതാണ് ഏറ്റവും വലിയ വിരോധാഭാസം. ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത് ജിഷ്ണു കൃഷ്ണൻ.